രാജാപ്പാർട്ടാ തരി ഓവർ സ്മാർട്ടാ ഈ കൊട്ടാരത്തിൽ തോമസ് ആൽവാ എഡിസൺ നോമാണ്. ഇത് മൊത്തം വീമ്പാ വെറും ഓലപ്പാമ്പ പള്ളി അത്താഴത്തിന് അന്തപുരത്തിൽ കുക്കിംഗ് ഗ്യാസ് തീർന്നേ. അഭിനവ മൈക്കൽ ജാക്സണി കൊട്ടാര നടന കോകിലം ഞാൻ പഴഞ്ചൻ മട്ടുപ്പ വേസി മോളാക്കണം ഇനിയതാ ഫാഷൻ. ആസ്ഥാന മിസ് വേൾഡ് ആണ് ഞാൻ. കറിയൊപ്പം മുളകായി ചേരും നമ്മിൽ ചിരിമഴ പൊഴിയണ കടുകുമണി നീ. ചപ്പാത്തി മാത്രം പോരാ, ഓരോരുത്തർക്കും ഓരോ കറിയാ. ഒരു കെട്ടിയനുള്ളാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടുക്കള വന്ന് സഹായിക്കാ. ഓ പിന്നെ കൊറേ മക്കളുണ്ട്, എല്ലാം കണക്കാ. എന്നെ കൊണ്ട് വയ്യ എല്ലാം ഒറ്റയ്ക്ക്. ഇവിടെ കിടക്കട്ടെ. ബാലു 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 ചപ്പാത്തിക്ക് ഉരുട്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് പരത്തി തരാൻ പറ്റുമോ? ഇവിടെ കിടന്ന് ഒരു പ്രയോജനമില്ലാതെ ഈ പണി ചെയ്ത് അടുക്കളയിലേക്ക് വാ ബാലു. ഒരു പ്രയോജനമില്ലാത്ത പണിയാണ് ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഒരു പുതിയ കണ്ടുപിടുത്തത്തിന്റെ തിരക്കിലാണ്. ടിവിയിൽ മൈക്രോ ഓവൻ ഫിറ്റ് ചെയ്യുന്നു. ടിവിയിൽ മൈക്രോ ഓവൻ ഫിറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് സീരിയലും കാണാം, അറ്റ് ദ ടൈം പാചകം നടക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണത്. എന്നാ പിന്നെ ഒരു ഉപകാരം കൂടി ചെയ്യാമോ ബാലു? എന്തുപകാരം? ഇതെല്ലാം കൂടി കത്തിച്ച് കളയാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാമോ? ഒരു ശാസ്ത്രജ്ഞനായ എന്നെ കൊണ്ട് വീട്ടിൽ വരെ ജയിപ്പിക്കുന്നവർക്ക് നാണം കേടി. എന്താ എന്താന്ന് കയ്യക്കാട്ട നീലിയല്ലേ അവള്. കളഞ്ഞു, എന്റെ കോൺസെൻട്രേഷൻ കളഞ്ഞു. എന്തൊക്കെ തിന്നോട്ടേക്ക് അപ്പം വിളിക്കും കേശുവാ കേശുവാ. എന്താണ് അമ്മ ഇങ്ങനെ കേശു കേശു എന്ന് വിളിച്ചു പോകുന്നേ? എന്റെ കോൺസെൻട്രേഷൻ കളഞ്ഞപ്പോ സമാനമായല്ലോ. കോൺസെൻട്രേഷനോ? നീ എന്തോ ചെയ്യായിരുന്നു അവിടെ? അവിടെ ഞാൻ ബർമുഡ ട്രയാങ്കിൾ വരയ്ക്കുമായിരുന്നു. ചക്കരെ മോനിങ് വന്നേ. എന്തോ അമ്മയ്ക്ക് ഓഫീസിൽ പോകാൻ സമയം എവിടെ ചക്കരെ? മോന് ചപ്പാത്തി ഇട്ടൊന്ന് അമ്മേനൊന്ന് സഹായിക്കേ. ചപ്പാത്തി കൂടെ ആയിരുന്നോ? അമ്മ ഈ കേശു വെച്ചെന്ന് വിളിക്കുന്നതിന് വരാം. അതിനകത്തൊരു ചപ്പാത്തി എന്നൊരു വാക്ക് പറഞ്ഞു പ്രേത്തേനെ. അതല്ലേ ചക്കരെ നിന്നെ തന്നെ വിളിച്ചത്. ബർമുഡ ട്രയാങ്കിൾ പിന്നെ ആണെങ്കിലും തിന്നാലോ. എന്തോ അല്ല പഠിക്കാലോ. എന്തമ്മേ ചപ്പാത്തി ഇടാൻ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ തന്നെ ഞാൻ ഇവിടെ മകരാന്ന് പറഞ്ഞിരിക്കുന്നേ. അമ്മ വിട്ടോ, ഇതിന്റെ പേര് ഞാൻ ഏറ്റു. എന്നാ പിടിക്ക്. താങ്ക് യു. ടാറ്റാ. ടാറ്റാ. ജാം എവിടെയാണ്? കുന്തോന്നെടുത്ത് ചെവിന്ന് മാറ്റാവോ? കുന്തോന്നെടുത്ത് ചെവിന്ന് മാറ്റാവോ? എന്താ? അടുക്കളയിലോട്ടൊന്ന് വാ. എന്തിനാ? ചപ്പാത്തി കൂടെ മേശയിൽ കുടല് കഴിഞ്ഞു. എന്നാ വാ പോവാ. അല്ല അപ്പൊ അമ്മയൊന്നും ഒറ്റ ചപ്പാത്തി വരച്ചില്ല? ഇല്ല. പിന്നെ ഈ വീട്ടിലായാലും പട്ടിണി കിടക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയത് തന്നെ.
ശരി അച്ഛ. Just be the night of you and I. If there's no distance in our hearts tonight, and if you like what we're doing, why don't we give in for the night? Well, tonight we could be more than friends. Well, tonight we should be more than friends. From the first time that I saw that look in your eyes, I've been thinking about you for all of this time. Well, tonight we could be more than friends. അച്ഛാ ഇതെന്താ? മക്കളെ അത് ബോർഡ്. ഇത് ബോർഡാണ്. ഇതാണ് ഇടി മിന്നൽ വീഴുമ്പോൾ അടിച്ച് പോണത്. അതാണ് നാട്ടുകാർ വന്ന് അച്ഛൻ്റെ കാല് പിടിച്ചിട്ട് നന്നാക്കി തരുമോ എന്ന് ചോദിക്കണേ. അപ്പൊ അച്ഛൻ നല്ല സൂപ്പറായി നന്നാക്കി കൊടുക്കുവോ? പിന്നെ സൂപ്പറായി നന്നാക്കി കൊടുക്കാതെ അതിൽ അച്ഛൻ ഇത്ര പേര് ഈ നാട്ടില്. നീ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ? ഇല്ല അമ്മ, അതെന്താ? ഡ്രസ്സിന്റെ കളറും ടോട്ടൽ അപ്പിയറൻസും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. എന്തോന്ന്? അല്ല, ഡ്രസ്സിന്റെ കളറും ടോട്ടൽ അപ്പിയറൻസും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നില്ല. ആ അത് കൊള്ളാം. പോയാലും ക്ലാസ് കെട്ടിയത് കറങ്ങി നടക്കലല്ലേ പണി. നീ ഓടാ, നീ ഓടി. എന്റെ അതിൽ ഇടപെടാൻ പറ്റില്ല. നിർത്ത്. പോകുന്നില്ലേ? പോകണ്ട. എന്തായാലും ഞാൻ വരുമ്പോഴത്തേക്ക് വീട് വൃത്തിയാക്കിയിട്ടേക്കണം. ഓ, പോയിട്ട് വരുമ്പോൾ തന്നെ എനിക്ക് ബർഗർ മേടിച്ചിട്ടോണേ. ഓ അതൊക്കെ കൊണ്ടുവരാം. ബാലു ബാലു ഞാൻ പോവാണേ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യുമ്പോൾ തടസ്സപ്പെടുത്തത്. നിങ്ങൾക്ക് പോണെങ്കിൽ പോകണം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ പോവാ. ഞാൻ അനുവാദം ചോദിക്കാനൊന്നും വന്നതല്ല. കൊച്ചിനോട് വീട് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണം, ഓർമ്മിപ്പിച്ചേക്കണം. എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. അതുപോലെ ഞാൻ കണ്ടുപിടുത്തിന്റെ ഏകദേശം പാതി വഴി നിൽക്കുകയാണ്. ബെസ്റ്റ് ജോലി. നിനക്ക് പുച്ഛമല്ലേ, നീ അനുഭവിക്കൂടി. ഇതിലും വലുത് എന്തനുഭവിക്കാൻ? നിങ്ങളോട് സംസാരിച്ചില്ലേ ഭ്രാന്ത് വരും. ഒരിക്കൽ വന്നാൽ പിന്നെ വരൂല, കൂടെ ഉള്ളൂ. എന്ത് നോക്കിക്കോ, പോയിട്ട് വരട്ടെ. ഓ അവിടുന്ന് മാറിയില്ലേ? അത് ചൂടായിരിക്കാണ്. അച്ഛനപ്പ ഇത് എന്തിനു വേണ്ടിട്ടാ യൂസ് ചെയ്യാ? അവിടുന്ന് പോയി. മക്കളെ ഇത് അയൺ ബോക്സ് കൊണ്ടുവന്നപ്പോഴേ അതിന് വേറെ മാറിപ്പോയി. അവസാനം ഇവിടെ ചൂടാവണതിന് വേറെ ഇപ്പൊ പിടി ചൂടാവണം. ചിരി തള്ളെ പോലെ തന്നെ. I think I'm ready for you. You take me higher, get me to cloud nine. Go up to the light. So baby, give me more, don't leave me dancing on my own. ഹേയ് മാൻ, മച്ചാനെ എവിടെയാണ്? എത്ര നേരമേ വെയിറ്റണേ? കുറച്ച് എന്താ പറയാ, മുടിഞ്ഞ ബ്ലോക്കാണ്. ഞാൻ ഇതെന്തൊരു കഷ്ടാണ്. നമുക്ക് നമ്മുടെ പ്രാക്ടീസ് തുടങ്ങണ്ടേ? തുടങ്ങാതെ വേഗം നോക്കാം. നമുക്ക് അപ്പുറത്ത് ഹോളോട്ടോ, അവിടെ നമുക്ക് കുറെ സ്പേസ് ഉണ്ട്. ഒരു കാരണവശാലും ഉറങ്ങാൻ സമ്മതിക്കില്ലോ അവന്മാര്. മനുഷ്യന് മര്യാദക്ക് അവിടെ ജോലിയെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ ജെറിയാ, എന്റെ ഫ്രണ്ടാ. ജെറി ടാവും ജെറി. എന്തോടാ ആണി കുത്തി വെച്ചേക്കുന്നത്? ആണിയല്ല, ഇത് തേയിലത്തോട്ടം പോലെ ഇരിക്കുന്ന. എന്താടാ കൊള്ളാന്നുള്ള ആരും ഇല്ലടാ നിന്റെ കൂട്ടത്തിൽ? അല്ല, ഞങ്ങൾ ഈ ഡാൻസ് കോമ്പറ്റീഷൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാം. എല്ലാം കൂടെ വെക്കണം. കളി 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 കളി.
Subliminal mind, America. Welcome to a new kind of tension all across the alien nation. Everything isn't meant to be okay. Television dreams of tomorrow. We're not the ones I'm meant to follow, but that's enough to warn you. Agenda. Now everybody do the propaganda. Everything is meant to be okay. The television dreams of tomorrow. We're not the ones I'm meant to follow, but that's enough to warn you. ബാലു ബാലു എടാ വിഷ്ണു വിഷ്ണു ഓ എടാ മുടിയാ ആ വന്നാ ബാലു ഇങ്ങ് വന്നേ ഇത് വാ എന്തിനെന്ന് പറ ആ, എന്തിനാ പുറകോട്ട് പോണേ ബാലു ഇങ്ങ് വാ ബാലുവിനോട് ഞാൻ പറഞ്ഞതല്ലേ ഉച്ചയ്ക്ക് ഈ വീടെല്ലാം വൃത്തിയാക്കിയിട്ടോളണമെന്ന് അല്ലേ എന്നിട്ട് കുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിച്ചിടുമ്പോൾ ബാലുവിന് അവരോട് പറഞ്ഞൂടെ വൃത്തികേടാക്കല്ലേ അമ്മ വരുമ്പോൾ വൃത്തിയാക്കിയിടാനാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു അവര് കേട്ടില്ല. ഇതിപ്പോ ഞാൻ എങ്ങനെ വൃത്തിയാക്കും? വെളിയിൽ കിടന്ന് ചെരുപ്പെടുത്ത് അകത്തിട്ട് ഓറഞ്ച് തിന്ന് ഇവിടെ ഇട്ട് ശരി, അതെല്ലാം ചെയ്തു. ബാലുവിന്റെ വായിലെന്താ നാക്കില്ലേ? കുട്ടികളെ ശാസിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ലേ ബാലുവിന്? എടാ മുടിയാ വിഷ്ണു, ഞാൻ പറഞ്ഞ അവന്മാര് കേട്ടില്ല. കോള പോലെ വളർന്നല്ലോ. ഒരു വീട് ഇങ്ങനെയാണോ സൂക്ഷിക്കേണ്ടേ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എനിക്ക് നിന്നെയൊക്കെ കൊണ്ട്? ഉപദ്രവം അല്ലാതെ. അച്ഛൻ പറഞ്ഞിട്ട് നീയൊക്കെ അനുസരിച്ചോ? അനുസരിച്ചോന്ന്? അച്ഛനാ? അച്ഛനുണ്ടായിരുന്നു കൂടെ. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ എനിക്ക് കൂടെ നിൽക്കണോടാ. മറ്റേ ഫാമിലി നമ്മള് ഇരട്ട ഫാമിലിയാ. നിങ്ങളുടെ പെണ്ണുമ്പിള്ള എവിടെ? പെണ്ണുമ്പിള്ള ഭാര്യ സിന്ധു എന്ത് പിന്നെ തീറ്റ കൊടുക്കാറില്ലേ? തീറ്റ കൊടുക്കാനെന്താ പൂച്ചക്കുഞ്ഞോ? അങ്ങനെ തട്ടാമുട്ടിയൊന്നും പറയണ്ട. മീന് വറുത്ത് വെച്ച മണം കേട്ട് എന്റെ വീട്ടിൽ വന്ന് വറുത്ത മുഴുവൻ മീനും കട്ട് തിന്നു വരും. അതെ, മീൻ പൊരിച്ച എടുത്ത് അകത്ത് വയ്ക്കണം. അല്ല കാറ്റ് പറഞ്ഞ വാക്കിനെടുത്ത് മീൻ വെച്ച് കഴിച്ചാൽ പണം അടിക്കും. കുട്ടികൾ തെറ്റിയത് എങ്ങനെയാണോ പറയണ്ടേ? സോറി സിന്ധു, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. സോറിടാ. നിനക്ക് നാളുണ്ടാണോ? ഇവിടെ ഒന്നും നിനക്ക് തിന്നാനില്ലേ? കുഞ്ഞല്ലേ, മര്യാദക്കൊക്കെ വൃത്തിയാക്കി. അവരല്ല, ബാലു വൃത്തിയാക്കും. എനിക്കവിടെ വേറെ പണിയുണ്ടെന്ന്. അതൊക്കെ ഞാൻ വൃത്തിയാക്ക്. ലച്ചു, ശിവ, ഇവിടൊക്കെ വൃത്തിയാക്ക്. അച്ഛനുണ്ട്. നിന്റെ അമ്മ നീരിയല്ല, കള്ളിയങ്കാട്ട് നീരിയാണ്. കള്ളിയങ്കാട്ട് നീരി കിടങ്ങളാ കുറച്ച് വലിയ കിടക്കും. വൃത്തിയാക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് നീക്കിട്ടേക്കാൻ മാറ്റിയിട്ടേക്കണം. നോക്കിക്കൊണ്ടിരിക്കാതെ ഒന്ന് ചെയ്യേ, ഒന്ന് കുനിഞ്ഞ് ഒന്ന് ചെയ്യേ. പാചകം അടിക്കാ ചെയ്. ഇതൊക്കെ എങ്ങനെയാണ് കിടന്നത്? എന്റെ പിറകെ വരാ, അവിടെ പോയി ചെയ്യും. പോകും. അതാണ് ബാഗ് എടുത്ത് മാറ്റാ. ബാഗ് എടുത്ത് മാറ്റാ. അതായത് ബാഗ് എടുത്ത് മാറ്റാൻ അവിടെ ചെയ്തോളൂ. ഞാൻ അവിടെ
നീ ഇവിടെ പോയതാ പറയുന്നത് ഞാൻ അവിടെ അവള് എന്താ കണ്ടിട്ട് നോക്കണോ അമ്മ പോരെ പോരെ ഒന്ന് നോക്ക് സോറി ഏ സോറി. പോരെ പോരെ ഒന്ന് നോക്ക് ആ Yeah. ഇതെന്താ ഇത്? എന്താ സോറി ഏ സോറി. മനഃപൂർവ്വം ഇതിനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയത്? ഇതെന്തായാലും പാടില്ല, ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയതാ. സോറി സോറി. കൂടുതൽ വാചം അടിക്കരുത്. ഇപ്പൊ സമാധാനമായ നമുക്ക് വൃത്തിയാക്കാം കേട്ടോ. വാ. ആര് വൃത്തിയാക്കാൻ? ഞങ്ങളാ? ഞങ്ങളങ്ങ് മാറി ഒറ്റയ്ക്ക് വൃത്തിയാക്കി ചതി. വാ ബാലു ഒരു തുണി എടുത്തോണ്ട് വാ. നീ വാ പിന്നെന്താ ബാലു മക്കള് വാ ആരും തുണി എടുക്കാൻ നിൽക്കണ്ട, ആരും തുണി എടുക്കാൻ മക്കള് വാ നിൽക്കണ്ട. മക്കള് വാ ഇതില്ലേ ഇതില്ലേ നീ വാ പിന്നെന്താ ബാലു മക്കള് വാ ആരും തുണി എടുക്കാൻ നിൽക്കണ്ട, ആരും തുണി എടുക്കാൻ മക്കള് വാ നിൽക്കണ്ട. മക്കള് വാ ഇതില്ലേ ഇതില്ലേ വൃത്തിയാക്ക് ബാലു ഒരു തുണി വേണം ബാലു. മക്കളെ നേരെ ഒന്ന് സൈഡ് അവിടെ വീണ്ടും കറി എന്തൊക്കെയായിരുന്നു കളയക്കാട്ട് ബോംബ് അവസാനം ശവന പമ്പാ നദി ഒതുങ്ങിയാണ് ഒഴുകി ഒഴുകി നിങ്ങൾ ഒഴുകി നീങ്ങിക്കച്ചാ, നീങ്ങിക്ക്. സമയം എടുത്ത് തുടക്കട്ടെ. കുറച്ച് സ്പേസ് കൊടുത്തവര് മണിക്കുട്ടി ഓടിക്കോ പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മകളെ ഇത് പണ്ടത്തെ വീട്ടിലെ ചാണകം മുഴുവൻ കണ്ടിട്ടുണ്ടോ ഇന്നത്രയും മതി ഇന്നത്രയും മതി വെട്ട് കേക്കാ അതെന്ത് കേക്കാടാ ആ പപ്സ് ഉണ്ടേ എനിക്ക് കുറച്ച് മനസ്സമാധാനം തരുമോ തൊഴുത്തിൽ നിന്റെ അച്ഛനെ പിടിച്ചെടുത്ത